ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് മനോജ് അറിയാതെ മനോജിൻ്റെ ചീരകൃഷിയുടെ ഇടയ്ക്കും പച്ചക്കറി കൃഷിയുടെ തോട്ടത്തിലേക്ക് പോവാണ്. മനോജ് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കയറാം. മനോജിൻ്റെ കൃഷി വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. ഹായ് മനോജ്. ഹലോ. ഹായ് മനോജ്, എന്തൊക്കെയുണ്ട് വിശേഷം? കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നു മനോജിൻ്റെ കൃഷി വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ച. അപ്പൊ പുതിയനം ചീരയാ? ഇത് ഏതിനത്തിൽപ്പെട്ട ചീരയാ? എത്ര നാൾ കൊണ്ട് ഇത് വിളവെടുക്കാൻ നമ്മൾ പാകി കൃഷി ചെയ്ത? ഇത് നമ്മൾക്ക് പിന്നെ 42 ദിവസമാണ് കൃഷിയുടെ. ജോലിക്കൊപ്പം തന്നെ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് അല്ലയോ? അതാണ് മനോജിന്. കൃഷി ചെയ്യാനും ഒരു താല്പര്യമുണ്ട്. കൃഷി ചെയ്യുന്നതിനോ ജോലിയോടൊപ്പം തന്നെ ഈ കൃഷി ചെയ്യാൻ ഒരു മനസ്സുള്ളതാണ് ഏറ്റവും വലുത്. ഈ കൃഷിയുടെ കാര്യത്തെ പറ്റി മനോജ് എന്തോ ഞങ്ങളോട് പറയാനുള്ളത്? നമുക്ക് ഈ കൃഷി, ഞാൻ ഈ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം, മനസ്സിന് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ തലമുറയൊക്കെ, ഇപ്പോഴത്തെ യുവതലമുറകളൊക്കെ നമ്മള് കൃഷിയിലേക്ക് വരണം. അത് വാടിയതാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പം പക്ക ഓർഗാനിക് ആയിട്ടുള്ള, പിന്നെ പ്യൂർലി ഓർഗാനിക് ആയിട്ടുള്ള കഴിക്കുക. മറ്റുള്ള വിഷമല്ലേ, വിഷമാണ്. ഇതിനെന്തൊക്കെ കൃഷി ഈ ചീര നടുമ്പോ എന്തൊക്കെയാ മനോജിന് വളം ചെയ്യുന്നത്? വളം നമ്മള് ചാണകപ്പൊടിയാണ്, മെയിനായിട്ട് ചാണകപ്പൊടി. പിന്നെ ഇത് നൈട്രജൻ കണ്ടന്റ് ആണ്. കാരണം നമുക്ക് ഉറപ്പായിട്ട് ഈ പച്ചിലകളുണ്ടല്ലോ, പച്ചിലകള് ഇപ്പൊ എന്താ കൊന്ന എന്താ കൊന്ന മറ്റേ ചീമക്കൊന്ന, അതിന്റെ ഇലയാണ് ജസ്റ്റ് മിക്സിക്കകത്തിട്ട് അടിച്ച് ചാണക വെള്ളത്തിലിട്ട് കഴിഞ്ഞാല് അത് നൈട്രജൻ, നമുക്ക് ചീരയ്ക്ക് വളരെ നൈട്രജനാണ് വേണ്ടത്. അപ്പൊ നന്നായിട്ട് സ്മൂത്തായിട്ട് കിളിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ പുതിയ തലമുറയോട് കൃഷിയോട് കൂടുതൽ താല്പര്യം വരാൻ മനോജിന് എന്താ പറയാനുള്ളത്? അല്ല, ഇത് തന്നെയാണ് നമുക്കിപ്പോ പറയാം. നമ്മളിപ്പോ ചെയ്ത് കാണിക്കുക. നമ്മൾ കൃഷി ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് അവർക്ക് മടിയാ. അവർ എല്ലാത്തിലും മടിയാണല്ലോ. അവര് കൃഷിയിലേക്ക് വരാൻ അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ എന്താ പറയാനുള്ളത്? നമുക്ക് പ്രോത്സാഹനം വെച്ചാൽ ഇതുപോലെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോ എടുക്കുന്നു, അപ്പൊ നിങ്ങൾക്കും അവരിൽ ഇതിലെ ഇൻവോൾവ് ചെയ്യുക. ഇതുപോലെ കൃഷിയിടങ്ങളിൽ അവരെ കൊണ്ടുപോകാൻ മനസ്സ് കാണിക്കുക. അപ്പം അതനുസരിച്ച് അവർക്ക് തോന്നുന്നു അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ. കാരണം നമ്മൾ വിഷം അല്ലല്ലോ കഴിക്കുന്നത്. കൃഷി ചെയ്യുന്നത് മനോജ് എന്തൊക്കെയാണ്? അതൊക്കെ ഒന്ന് കാണിച്ചു തരണം ഞങ്ങൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ അതൊക്കെ കാണാനും. അവിടെ നമ്മുടെ ചീരയാണ്, അവിടെ ചീരയുടെ ഇട ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേച്ചിയാണത്. അപ്പം അതെ അതെ, അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടേക്ക് പോയിട്ട് ഇതെനിക്ക് കുറെ ചീര ഇന്ന് പറിച്ചു കൊടുക്കണം കുറെ ആൾക്കാർ. ഇത് കുറച്ച് ദിവസം കൊണ്ട് നമ്മള് ഇതിപ്പം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 1.5 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പം ഈ 1.5 ആഴ്ചയിലെ പ്രവർത്തന കഷ്ടപ്പാടായത്, കഷ്ടപ്പാടിന്റെ ഫലം കണ്ടു തുടങ്ങാൻ പോവാണ്. ഇതിപ്പോ ഒരു 2 ആഴ്ച കൊണ്ട് ഇത് നന്നായിട്ട് വിളവെടുക്കാൻ പറ്റും. ഇത് രണ്ടെണ്ണത്തിൽപ്പെട്ട ചീരയാണ്. ഇതാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള സഹാറ. ഇത് വളരെ റെയറാണ്, വളരെ റെയറാണ്. ഇവിടെ കിട്ടാൻ വളരെ പ്രയാസമുള്ള ചീരയാണ്. ഇത് തന്നെ ഒരു 4 എണ്ണം ഒരു 5 എണ്ണം ഒക്കെ ആകുമ്പോൾ ഒരു പിടി ചീര നമുക്ക് വിപണി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം 4 എണ്ണം മതി. ഒരു പിടി ചീര 50 രൂപ കൊടുക്കാനായിട്ട്. അത് മാത്രല്ല, ഇത് കണ്ടോ, ഇത് സാധാ ഇനത്തിൽപ്പെട്ട ചീരയാണ്. പക്ഷെ എങ്കിലും ഇതൊരു വേറെ സ്പെഷ്യൽ ബ്രീഡ് തന്നെയാണ്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ചാണകം, ഗോമൂത്രം. അമ്മമ്മക്ക് എന്താ പറയാനുള്ള അമ്മമ്മയുടെ ഈ കൃഷിയെ പറ്റി എന്താ അഭിപ്രായം ഒന്ന് പറഞ്ഞേ? നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ജൈവവളം കൊണ്ട് സൃഷ്ടിക്കുന്നതാണിത്. അതുകൊണ്ട് നമുക്ക് ആഹാരത്തിന് പേടി വരാതെ കഴിക്കാൻ സാധിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണേലും ഇഷ്ടം പോലെ ചീര തോരനൊക്കെ വെച്ച് കൊടുക്കാം. കൃഷി ചെയ്ത് തരാൻ തയ്യാറാണ്. ഇത് 3-5 വർഷം കൊണ്ടുള്ള ഉത്സാഹം കൊണ്ടാണ്. ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഉത്സാഹം. പിന്നെ നമ്മൾ ഈ 3 നേരവും നമ്മള് വെള്ളം ഇതിന് നനച്ചു കൊടുത്തോണ്ടിരിക്കണം. അതാണ്. അതെ, ഇത്രയും വെയിലുള്ള സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ വളർന്നു വരണമെങ്കിൽ നമ്മൾ വെള്ളം തുടരെ. അതെ അതെ അതെ. ഇവിടെ നമ്മള് ഒരു വെള്ളരി നട്ടേക്കുവാണേ. ഈ ഇവിടെ നമ്മള് വെള്ളരി നട്ടേക്കുക. ഇതെല്ലാം വെള്ളരിയാ. അതിന് ഇന്നലെ നട്ടതേ ഉള്ളൂ. വേറെ എന്തൊക്കെയാ നമുക്ക് കൃഷി ചെയ്തിരിക്കുന്നത്? പിന്നെ ഈ ചീരകള് അതല്ല, പിന്നെ നമുക്ക് കണ്ട വഴുതന. വഴുതന 2 സൈസ് വഴുതനമുള്ളൂ. നീല വഴുതനവും വെള്ള വഴുതനവും ഉണ്ട്. പിന്നെ വഴുതനങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ട്. പൂ കുത്തിയില്ലേ? ഇതെല്ലാം ഇവിടെ എല്ലാം ചീരയാ കൂടുതൽ നട്ടേക്കുന്നത്. ഇത് നീല വഴുതനയായിരിക്കും അല്ലേ? പൂട്ട്. ഇത് വെണ്ട പുതിയ ഇനം വെണ്ടയാണോ? ചുവപ്പുണ്ട്, പച്ച, തണ്ടൊക്കെ ചുമന്ന് തന്നെയായിരിക്കുന്നത്. ഓ വേണ്ട, അത് പച്ച വേണ്ട. പൂവായി പച്ച പൂ കുത്തിയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്.
ഇതിങ്ങനെ തക്കാളി, ഇതൊരു ഹൈബ്രിഡ് തക്കാളിയാണ്. ഇതിൽ നമ്മൾ കൊലകൊലയായിട്ട് തക്കാളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കായെല്ലാം കായ്ച്ചിട്ടുണ്ട്. പക്ഷെ താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ മുളഞ്ചില്ലിയോ അല്ലെങ്കിൽ കയറോ വെച്ച് സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായി? ഇതൊരു 16 മൂട് തക്കാളി തന്നെ ഉണ്ട്. അത് കുഴപ്പമില്ല. അപ്പൊ ഇനി നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തു. ഇത് ആദ്യത്തെ നമ്മൾ തുടങ്ങി. ഇത് നട്ടിട്ട് ഒരു 30 ദിവസം പോലും ആയിട്ടില്ല. ഇതൊരു പ്രത്യേക തരത്തിലുള്ള 2 സൈസ് പയറാണ്. ഇതേണ്ട ഇത് പിന്നെ 32 മണി എന്നൊക്കെ പറയും. വലിയ നീളമുള്ള പയറല്ലേ, നല്ല മാംസമായിട്ടുള്ള നല്ല. ഇത് 2 സൈസ് പയറാ. നോക്കി ആ ഇലയിൽ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ ഇപ്പം പയർ കണ്ട് ഇതിന്റെ പയറെന്ന് പറയുമ്പോൾ ഇതിൽ നീളം വെക്കും, ഇതിൽ താഴോട്ട് നീളം വെക്കും. ഇതിനേക്കാൾ വലിയ പയറാണ്. നല്ല മാംസമായിട്ടുള്ള നല്ല പയറാണ്. ഈ പയറാണ് നമ്മൾ കഴിക്കേണ്ടത്. മാംസ്യങ്ങൾ ശരിക്കും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഒരു മൂട് എന്താ പറയാ തണ്ണിമത്ത്. ഇത് ഞങ്ങളെ തൊട്ട് ഇത്. പക്ഷെ ഇല പുഴുക്കേടുണ്ട്, പൂവിട്ടിട്ടുണ്ട്. ഒരേ ഉണ്ട്, ആദ്യമായിട്ട് നട്ടത്. അതിലത് കിളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരിക്കലും ഈ കൃഷിഭൂമി നമ്മൾ നഷ്ടപ്പെടുത്താതെ ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ ചീര പാകിയിട്ടുണ്ട്. കണ്ടോ? ഒരു ശകലം പോലും വേസ്റ്റ് ആക്കാതെ എല്ലാം നമ്മൾ. കാരണം നമ്മുടെ നിസ്സാര ഒരു 2 സെന്റ് 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. കാരണം നമ്മൾ അവിടെ എല്ലാം തന്നെ ഇപ്പം ഒഴിഞ്ഞ ടിന്നുകളുണ്ടല്ലോ, എന്തോ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, മിനറൽ വാട്ടറിന്റെ കുപ്പികളും ഒക്കെ. അതിലൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. അതിലൊക്കെ ഒരു ചീര വെച്ചെങ്കിൽ നമുക്ക് നടാൻ പറ്റും. നമ്മൾ പുറകോട്ട് നമുക്ക് മനസ്സോടെ മുന്നോട്ട് പോകാം. പിന്നെ അതുപോലെ കുറെ പാവല്. ഇത് ഹൈബ്രിഡ് ആണ്. ഇത് കുരുട്ട് പാവലല്ല. നല്ല അത്യാവശ്യം ഒരു 3-4 എണ്ണം വന്നു കഴിഞ്ഞാൽ ഒരു കൂടുതൽ തൂങ്ങും. വളർച്ചയുള്ള പാവൽ. ഇപ്പൊ ഒരു നട്ടിട്ട് ഒരു 20-22 ദിവസം ആയിട്ടുള്ളൂ. മനസ്സിലായോ? പെട്ടെന്നാണത്. പിന്നെ നമ്മൾ ഇതൊന്നും പറഞ്ഞ് നിൽക്കുക. നമ്മുടെ സമയം മാക്സിമം നമ്മൾ രണ്ടുകൂടെ